ഇന്ന് നമ്മൾ രാവിലെ MCX FN സ്റ്റോക്കിൽ ഒരു PE സൈഡ് ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ടുണ്ടാക്കിയ പ്രോഫിറ്റ് ആണ് ഈ കാണുന്നത്. ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെയാണ് MCX സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്യുന്നതിനായി സെലക്ട് ചെയ്തതെന്നും ഏതൊക്കെ ഇൻഡിക്കേറ്റർ ഞാൻ ഉപയോഗിച്ചുവെന്നും ഏതെല്ലാം മെത്തേഡുകളാണ് എക്സിറ്റ് എടുത്തതെന്നും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയെ കമന്റായി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. രാവിലെ തന്നെ നമുക്ക് എൻട്രി വന്നത് നമ്മുടെ ബ്രേക്ക് പോയിന്റ് ആപ്പിലുള്ള ഇൻട്രാഡേ സ്കാനറിലാണ്. മാർക്കറ്റ് സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. അതുകൂടാതെ ഫ്രൈഡേയിൽ കൂടുതലും നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കൂടുതലും FN സ്റ്റോക്ക് പ്രിഫർ ചെയ്തുകൊണ്ട് ഇൻട്രാഡേ സ്കാനറിൽ FN സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്തിരുന്നു. ഞാൻ FN സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് സ്റ്റോക്കുകളാണ് കണ്ടത്. ഒന്ന് ഗെയിലും രണ്ടാമത് MCX ആയിരുന്നു. ഗെയിൽ നമുക്ക് ഓൾറെഡി ഒരു ഗ്യാപ് ഡൗൺ ആയതുകൊണ്ട് തന്നെ ഞാനത് ഇഗ്നോർ ചെയ്തു. അതിനുശേഷം നമുക്ക് വന്നത് MCX ആണ്. MCX ഒരു ഗ്യാപ് ഡൗൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. ഇത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഞാൻ ഈ സെയിം മെസ്സേജ് കൊടുത്തിരുന്നു. ഞാൻ ഈ ചാർട്ടിൽ ആഡ് ചെയ്തിരുന്ന രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതൊന്ന് സ്മാർട്ട് മണി പ്രോ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററും അതോടൊപ്പം തന്നെ VWAP ആണ് ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. VWAP കുറിച്ച് ഞാൻ ഇതിനു മുമ്പും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സെയിം പേജിൽ നോക്കിയാൽ എങ്ങനെ VWAP ഇൻട്രാഡേ ഉപയോഗിക്കാമെന്നുള്ള വീഡിയോ കാണാം. SMC പ്രോ ഇൻഡിക്കേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് സ്മാർട്ട് മണി ആക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ്. അതായത് സ്മാർട്ട് മണി ഈ പറഞ്ഞ സ്റ്റോക്കിൽ ആക്റ്റീവ് ആണോ എന്നറിയാമെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം സ്മാർട്ട് മണി ആക്റ്റീവ് അല്ല. സ്മാർട്ട് മണി ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സിഗ്നലുകൾ കിട്ടുന്നു. അങ്ങനെ നമുക്ക് MCX എന്നൊരു ഡ്രൈ സോൺ ആണെന്ന് മനസ്സിലായി. നമ്മൾ അങ്ങനെ ഒരു എൻട്രി 10,200 ഡിസംബർ PE സ്ട്രൈക്ക് 314 നമ്മൾ ബൈ ചെയ്തു. ഞാൻ അതിനുശേഷം ചാർട്ട് 1 ഡേ ക്യാൻഡിലേക്ക് ആക്കിയിട്ട് ഡേ സപ്പോർട്ട് കൂടി ഞാൻ ഒന്ന് അടയാളപ്പെടുത്തി. അങ്ങനെ ഞാൻ ആ ഒരു ടാർഗറ്റിനായി വെയിറ്റ് ചെയ്തു. ഏകദേശം ഈ ഒരു സോണിൽ എത്തിയപ്പോൾ നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതായത് ഒരു 420ക്കാണ് നമ്മൾ സെല് ചെയ്തത്. ഏകദേശം ഒരു 106 പോയിന്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതായത് നമ്മൾ ക്യാപ്ചർ ചെയ്തത് 13,250 ആണ്. അത് 106 പോയിന്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ 125 ലോട്ട് സൈസ് ആണത്. നമ്മളിവിടെ എക്സിറ്റ് എടുത്തിട്ട് വീണ്ടും താഴേക്ക് വന്നിരുന്നു. പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് നമ്മുടെ റൂൾ പാലിച്ച് നമ്മൾ എക്സിറ്റ് എടുത്തു. അപ്പൊ ഞാൻ മുൻപും പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ബൈസെൽ കിട്ടുന്ന ഇൻഡിക്കേറ്ററുകൾ വെറുതെ ഉപയോഗിച്ച് കോംപ്ലിക്കേറ്റ് ആക്കുന്നതിന് പകരം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ, അതായത് VWAP അല്ലെങ്കിൽ സ്മാർട്ട് മണി പ്രോ പോലുള്ള രണ്ട് ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു തന്നു. നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്ത് ബ്രേക്ക് പോയിന്റിൽ തന്നെയുള്ള ഇൻട്രാഡേ സ്കാനറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അധികം നോയ്സ് നമുക്ക് അവോയ്ഡ് ചെയ്ത് മാർക്കറ്റിലെ നോയ്സ് നമുക്ക് അവോയ്ഡ് ചെയ്ത് നല്ല ട്രേഡുകൾ മാത്രം ഇൻട്രാഡേ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ സിമ്പിളായി നമ്മുടെ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ലൈവ് സ്കാനറോട് കൂടി വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ഇൻട്രാഡേ വളരെ നല്ല മൂവുകൾ നമുക്ക് ഇതുപോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ബ്രേക്ക് പോയിന്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആണുള്ളത്. അതിൽ ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ ബയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്.